ഹലോ. അപ്പം നമ്മളെന്തൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം തന്നെ എന്താണെന്ന് മനസ്സിലായോ? യെസ്, പഴം പൊരി. ഞാനിങ്ങനെ ഭയങ്കര തിന്നായിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത്. രണ്ടായിട്ട് മുറിച്ചിട്ടാണ് പഴം. പിന്നെ നമ്മൾ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. കടലമാവും ഉപ്പും പഞ്ചസാരയും മഞ്ഞപ്പൊടിയുമാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ പോലെ അങ്ങ് പിടിച്ചുണ്ടാക്കുവാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിസ്ക് നന്നായിട്ട് അതിങ്ങനെ നല്ലോണം ഉടഞ്ഞറിയാമല്ലോ. ബാറ്റർ കൃത്യമാവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. പഴംപൊരി നമ്മൾ ഇഷ്ടമാതിരി കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മിസ്കി നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന പോലെ. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും ബാറ്റർ വേണ്ടത്, കുറച്ചൊരു കട്ടിക്ക് വേണമായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ആക്കിയെടുത്തത്. ഞാനൊരു അഹങ്കാരിയാണ്. ബാറ്റർ റെഡിയാവുന്ന സമയത്തിന് നമ്മൾ നേരെ നമ്മുടെ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടിയിലെ വെള്ളമെല്ലാം ഇങ്ങനെ പറ്റി വരുമ്പോഴത്തേനും നമ്മുടെ എണ്ണ എടുത്ത് അതിനകത്തോട്ടങ്ങ് ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായോന്ന് അറിയാൻ വേണ്ടി കാരണവരായിട്ട് നമുക്ക് പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു ട്രിക്കുണ്ട്. എന്താണത്? കൈവിരൽ അതിനകത്തിട്ട് നോക്കുന്നതാണോ? അല്ല, നമ്മൾ 2 തുള്ളി ബാറ്റർ അതിനകത്ത് ഒഴിച്ച് നോക്കും. അപ്പം ആ സാധനത്തിൽ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ചൂടായി. ഇനി ഈ ഇട്ട 2 എണ്ണത്തിനെ കോരി മാറ്റാനുള്ള എൻ്റെ ഒരു ഗുസ്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനെ എടുക്കുമ്പം അടുത്തവൻ പോകും, അടുത്തവനെ എടുക്കുമ്പോൾ മറ്റവൻ പോകും. അങ്ങനെ 2 പേരെയും കൂടെ ഞാൻ മാറി എടുത്ത് 2000 years later കോരി എടുത്തു അതിനെ 2നെയും. പിന്നെ നമ്മുടെ പഴത്തിനെ ഇങ്ങനെ ബാറ്ററിൽ കുളിപ്പിച്ച് അതിനെ നമ്മളെടുത്ത് നേരെ എണ്ണയ്ക്കകത്തോട്ടങ്ങ് ഇടണം. അപ്പം ഞാൻ ഇതിനകത്ത് ആകെ ഒരു പഴം പൊരിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ക്യാമറമാനും കുക്കും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2-3 എണ്ണമൊക്കെ ചെറുതായിട്ട് കരിഞ്ഞു പോയ പോലെയൊക്കെ ആയി. അതുകൊണ്ട് ഞാൻ ആ ക്യാമറ പിടുത്തം അവിടെ അങ്ങ് നിർത്തി വെച്ചിട്ട്, പഴംപൊരിയാണല്ലോ നമുക്ക് മുഖ്യം, ക്യാമറ പിടുത്തം രണ്ടാമതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പഴംപൊരി. പിന്നെ നമ്മൾ അവസാനം പൊരിച്ച പഴംപൊരി എന്ന് പറയണ്ട, നമുക്ക് രതീഷ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ രതീഷ്. ഇതാണ് നമ്മുടെ ടോട്ടൽ രതീഷുകൾ. ഇതിനകത്ത് കുറേ രതീഷുകൾ കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ കരിഞ്ഞ രതീഷുകളെ തിന്നാനായിരുന്നു കുറച്ച് ടേസ്റ്റ്. കണ്ടോ, ഈ രതീഷ് കരിഞ്ഞിട്ടുണ്ട്. ഈ രതീഷും അത്യാവശ്യം കരിഞ്ഞിരിക്കുകയാണ്. അതും എൻ്റെ വായി കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കരിഞ്ഞ രതീഷുകൾ അയ്യോ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ചായ കുടിക്കായിരുന്നു. നമ്മുടെ മെയിൻ ഐറ്റമായ മധുരമിടാത്ത കട്ടൻ ചായയും പഴംപൊരി. ഇനി എനിക്ക് നിങ്ങളോടൊരു 4, 8, 10, 5, 6 വർത്തമാനം ചൂടും പഴംപൊരി വായിലിട്ടുകൊണ്ട് പറയാനുണ്ട്. വളരെ മോശം പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുക. എൻ്റെ ഈ പഴംപൊരി ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു പ്രാക്ക് നൽകും. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരെ എല്ലാവരും ഒരു ചായക്കടയിൽ ചെന്ന് പഴംപൊരി മേടിക്കണേ. അതിനകത്ത് പഴമില്ലാതെ പോട്ടെ, പഴം കിട്ടാതെ പോട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഒരു പഴംപൊരി സ്റ്റോറി ആയിരുന്നു, ഒരു രതീഷ് സ്റ്റോറി ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ, ടാറ്റാ.